എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറുപയർ ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ലെങ്കിൽ ഒരു ഹെൽത്തി ദോശ റെസിപ്പി വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ചെറുപയർ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 1/2 കപ്പ് പച്ചരിയാണ്. ഞാനിത് ഓൾറെഡി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 മണിക്കൂറോളം ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അടുത്തതായിട്ട് ആവശ്യമുള്ള സാധനം ചെറുപയറാണ്. അതും ഞാനിവിടെ 1/2 കപ്പ് തന്നെ എടുത്തിട്ടുണ്ട്. ഈ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ ഞാൻ ഓൾറെഡി ഫുൾ നൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു പീസ് സവാളയും അതുപോലെ തന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് കുറച്ച് മല്ലിയില കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കമ്പൽസറി ഒന്നല്ല, ഓപ്ഷണൽ മാത്രമാണ്. മല്ലിയില ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് സാധാരണ ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് അരയ്ക്കുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പാകത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ വെള്ളത്തിൻ്റെ അളവ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് വ്യത്യാസം വന്നെന്നിരിക്കും. അങ്ങനെ ഇവിടെ ഒരു പാൻ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു തവി മാവ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ദോശ ചുട്ടെടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ദോശ ചുടുന്നതിന് മുമ്പേ ഉപ്പിൻ്റെ അളവ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നെയ്യോ ഓയിലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ചെറുതായിട്ടൊന്ന് പരട്ടി കൊടുക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ മൊരിയിച്ചെടുക്കാം ഇത്. അങ്ങനെ നമ്മുടെ ചെറുപയർ ദോശ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബാറ്റർ കൂടെ ഉപയോഗിച്ചിട്ട് ദോശ ചുട്ടെടുക്കാം. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുകയും വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.